കോൺഗ്രസ് പാർട്ടി വിടുന്നതായി സാമൂഹിക മാധ്യമ പ്രചരണം നിഷേധിച്ച് ഷാനിമോൾ ഉസ്മാൻ. ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജുകളിലാണ് ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസ് വിടുന്നതായി പ്രചരണം നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടി വിട്ട് CPM-ൽ ചേരുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് പ്രചരിക്കുന്നത്. ചില വ്യക്തികളുടെ പേരിലുള്ള പ്രൊഫൈലുകളും പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ തുടർന്ന് കോൺഗ്രസ് വിടുന്നു എന്നാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. എക്സൈസ് മന്ത്രിക്ക് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ എസ്കോർട്ട് പോകണമെന്ന വിചിത്ര നിർദ്ദേശവുമായി എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ. ഇന്നലെ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വെച്ചായിരുന്നു MR അജിത് കുമാർ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം നൽകിയത്. ഗസ്റ്റ് ഹൌസിലോ ഹോട്ടലിലോ മന്ത്രി താമസിച്ചാലും ഉദ്യോഗസ്ഥരും വാഹനവും അവിടെ ഉണ്ടാകണമെന്നും MR അജിത് കുമാർ നിർദ്ദേശിച്ചു. അതേസമയം എൻഫോഴ്സ്മെന്റിന് ഉപയോഗിക്കുന്ന വാഹനം പൈലറ്റായി എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ സംശയം. ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ സ്വന്തമായി ഫണ്ട് കണ്ടെത്തണമെന്നും യോഗത്തിൽ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശിച്ചു. വ്യാജക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന നടൻ നിവിൻ പോളിയുടെ പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോടതി. വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കോടതി ചുമത്തിയത്. BNS നിയമത്തിലെ 229, 236, 237 വകുപ്പുകൾ ചുമത്തി. കോടതിയിൽ വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകിയതിന് കേസെടുത്തു. കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചതിനും PS ഷംനാസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കണമെന്നാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ കണ്ടെത്തൽ. കോടതിയിൽ സത്യം അറിയിക്കേണ്ട PS ഷംനാസ് മനഃപൂർവ്വം വ്യാജ വിവരങ്ങൾ നൽകിയെന്നും കോടതി വിലയിരുത്തി. നീതിക്കായി പ്രോസിക്യൂഷൻ നടപടി അനിവാര്യമാണ്. PS ഷംനാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. റോഷിയുടെ ഉടക്കിൽ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ നീക്കം പ്രതിസന്ധിയിൽ. പാർട്ടി പിളർത്തിയുള്ള മുന്നണി മാറ്റം ഈ ഘട്ടത്തിൽ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നില്ല. നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ ചേരുമ്പോൾ നിലപാട് റോഷി ആവർത്തിക്കും. ജോസ് കെ മാണിയെ തടയുന്ന ഏക ഘടകവും റോഷി തന്നെയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നത് മുസ്ലിം ലീഗാണ്. തിരുവമ്പാടിക്കും പാലയ്ക്കും പുറമെ തൊടുപുഴയും വേണമെന്നാണ് മാണി ഗ്രൂപ്പിന്റെ ആവശ്യം. തൊടുപുഴയ്ക്ക് പകരം അബു ജോസഫിന് മറ്റൊരു സീറ്റ് അന്വേഷിക്കുകയാണ് UDF എന്നാണ് സൂചന. റോഷി അഗസ്റ്റിനും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ചർച്ചയിൽ പുരോഗതിയെന്ന് ലീഗ് നേതൃത്വം അറിയിച്ചു. ജോസുമായി CPM നേതാക്കളും ചർച്ച നടക്കുന്നുണ്ട്. കൊല്ലത്ത് 2 കായിക വിദ്യാർത്ഥിനികളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തോട് ചേർന്ന് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലാണ് സംഭവം. +2 SSLC വിദ്യാർത്ഥിനികളാണ് ഇരുവരും. ഒരാൾ തിരുവനന്തപുരം സ്വദേശിനിയും മറ്റൊരാൾ കോഴിക്കോട് സ്വദേശിനിയുമാണ്. പ്രാക്ടീസിന് പോകാൻ കുട്ടികളെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഹോസ്റ്റലിലെത്തി പരിശോധനകൾ നടത്തി.